ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് മുന്നേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഈ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ ജോലി തിരക്കുള്ള സമയത്ത് അങ്ങനെ നമ്മുടെ മൈൻഡ് കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്ന ടൈമിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് ഫുഡ്. ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കയറി ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡാണെങ്കിലും എടുത്തൊന്ന് ആസ്വദിച്ച് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോയൊന്ന് ഫുഡ് കഴിക്കുക. ബാക്കി എല്ലാ ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ആ ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിച്ചങ്ങ് കഴിച്ച് പതുക്കെ ഇരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും ആ പകുതി ടെൻഷൻ അങ്ങ് കുറഞ്ഞതായിട്ട് തോന്നും. ബോഡി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെയാണ്. ഞാൻ ആ ഒരു ടൈപ്പാണ്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയാം. അത് നല്ലതാണോ ചീത്തയാണോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെയധികം റിലാക്സിങ് തരുന്ന ഒരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. എന്നെപ്പോലെ ഇതുപോലെ സ്ട്രെസ് ഈറ്റിംഗ് താല്പര്യമുള്ള ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനകത്തേക്ക് ആദ്യം ചോറ്, പിന്നെ തലേ ദിവസത്തെ നല്ല കുറുകിയ മോരുകറി, തക്കാളിയൊക്കെ ചേർത്ത് വെച്ച മോരുകറിയാണ്. പിന്നെ ഇത് ഉപ്പുമാങ്ങ ചമ്മന്തിയാണ്. ഇത് 1 വർഷത്തോളം പഴക്കമുള്ള ഉപ്പുമാങ്ങയാണ്. കഴിഞ്ഞ മാങ്ങ സീസണിൽ നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ വെച്ചിട്ടാണ് അരച്ചേക്കുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ നാരങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഉള്ളത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കോവയ്ക്ക നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല മൊരിച്ച് എടുത്ത മെഴുക്കുവരട്ടിയാണ്. ഇരുമ്പ് ചീനച്ചട്ടി വെക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, എല്ലാത്തിനും നല്ലതായിട്ടത് ഫ്രൈ ആയി കിട്ടും. അധികം എണ്ണയും വേണ്ട, അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് നാടൻ ചീരത്തോരനാണ്. ചീരത്തോരൻ എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ മീൻ വറുത്തതുണ്ട്. ഇത് സിലോപ്പിയ വറുത്തതുണ്ട്, അതുപോലെ തന്നെ ചൂര വറുത്തതുണ്ട്. അതിൻ്റെ കൂടെ 2 പീസ് സവോളയും കൂടെ വെക്കുന്നുണ്ട്. അടുത്തത് മീൻ കറിയാണ്. ഇതും സിലോപ്പിയ തന്നെയാണ്. തിലാപ്പിയ, സിലോപ്പിയ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. നമ്മുടെ ഇവിടെയൊക്കെ ധാരാളമായിട്ടത് കിട്ടുന്ന മീനാണ്. ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ കിട്ടും ഇത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലഞ്ച് ബോക്സിലുള്ള ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം വീട്ടിൽ എന്തൊക്കെ കറികളായിരുന്നു, ഇന്ന് എന്തായിരുന്നു സ്പെഷ്യലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളാണ്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് റെസിപ്പി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. നമ്മുടെ കൂടുതൽ റെസിപ്പി വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ റെസിപ്പികളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ പുറകെ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്